വെളിച്ചെണ്ണ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2-3 കടുക്, 2-3 കടുകിട്ട് മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടിയാണ് ഒരുമിച്ചിടുന്നത്. അവിടെ നിന്ന് മൊഴിയട്ടെ. ഇനിയിപ്പോൾ കഷ്ണങ്ങൾ ഇതിനകത്തെ കുറച്ച് ഒരു തക്കാളിയുടെ പകുതി, 2 മുട്ടയുടെ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ അത് മതി. 2 തക്കാളി, ഒരു തക്കാളിയുടെ പകുതി. ഇപ്പോൾ അതൊന്ന് ശരിയാവട്ടെ. ഇത് മൊരിഞ്ഞിട്ടുണ്ട്, നല്ലോണം ബ്രൗൺ കളർ വരെ ആക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. വെള്ളത്തിൽ ചതച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. പിന്നെ അതൊന്ന് വാടണം. അതിൻ്റെ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ, പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 2 മുട്ട. അതിൻ്റെ പുറത്തൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഒരു വരയല്ല, വരഞ്ഞിട്ടുണ്ടേ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതെല്ലാം പിടിക്കട്ടെ. അതിനുശേഷം ഒഴിക്കാൻ പോണ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് തിള വരണ്ട. തേങ്ങാപ്പാലും മല്ലിയിലും ഉണ്ട് ഇതിനകത്ത്. ഇപ്പം തന്നെ ഇറക്കാം. ഇത് ബാക്കിയുള്ളതെല്ലാം ഇരുന്ന് ഒന്ന് കട്ടയായിക്കോളും. പക്ഷെ ഉപ്പും നോക്കിയില്ല, ഞാൻ ഉപ്പ് നോക്കട്ടെ. ഇച്ചിരി മുമ്പാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയുടെ പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് അപ്പം ചുടണം, കാണിച്ചു തരാം. മുട്ടക്കറിയുടെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ ഇത്. ഇനി ഞാൻ അപ്പം ചുടാൻ പോകണം. മാവ് ഇതാ കണ്ടോ, നല്ല അസലായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനകത്തേക്ക് പതിയെ ഇളക്കി കൊടുത്താൽ മതി. പതിയെ ഇങ്ങനെ ആ ബബിൾസ് പൊട്ടാണ്ട് വേണം ഇളക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ പതുക്കെ ഇളക്കി. മറ്റേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അപ്പം നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും അപ്പത്തിന്. അപ്പത്തിനാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ സമയത്ത് ഈ മാവിനകത്തേക്ക് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന് കേട്ടോ. ഇനി ഞാൻ പാലപ്പമാണ് ഇടുന്നത്. ഒരേ തവി കോരി ഒഴിക്കാം. അധികം പരത്തണ്ട, അധികം പരത്തണ്ട. ഇത് മൂടി വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. മൂടി ആദ്യത്തെ മാവ് ഒഴിച്ച് അത് വെന്തു. ഇനിയിപ്പോൾ അടുത്തത് ഒഴിക്കാൻ പോവാണേ, രണ്ടാമത്തത്. ഒരു 3 എണ്ണം ചുട്ട് കാണിക്കാം. അധികം പരത്തരുത്. ഇതപ്പം അങ്ങനത്തെ ഒരപ്പമാണ്, പരത്താത്ത അപ്പം. ഇതിങ്ങനെ കുഴി പോലെ വരുന്നത് കണ്ടോ കേട്ടോ. അപ്പത്തേക്ക് കുഴി പോലെ വരും ഈ അപ്പത്തിന്. നമ്മൾ മറ്റേ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ പരന്ന ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഇതിന് പാലപ്പം, കോട്ടയം സൈഡിലൊക്കെ പാലപ്പം എന്നാണ് ഇതിന് പറയുന്നത്. ഞങ്ങളൊക്കെ ഈ സാധനം ഉണ്ടാക്കാറില്ല. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ചട്ടിക്കകത്ത് ഒഴിച്ച് ചുറ്റിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നിറച്ച് ബബിൾസ് വന്ന് ഒന്ന് പതുക്കെ വെന്തോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മറച്ചിടാം. അതെ, അതിൻ്റെ ബബിൾസ് കംപ്ലീറ്റ് വന്നു. നമ്മളത് മറച്ചിട്ട് ഞാൻ സൈഡും കൂടി ഒന്ന് വേവണം. അപ്പം കണ്ടോ, നല്ല കണ്ടോ ഹോൾസുള്ള കൈ കൊള്ളുന്നു. ഹോൾസുള്ള ചെറിയ അപ്പം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ആ മാവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം രാത്രി നമ്മൾ വെള്ളത്തിലിട്ട മാവ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആട്ടുള്ളൂ കേട്ടോ. ഉണ്ടാക്കുന്ന ആ സമയത്ത് ഞാൻ ആട്ടുള്ളൂ.
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി, തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പിടി ചോറ്, ഈസ്റ്റ്, പഞ്ചസാര, തേങ്ങ, ചോറുണ്ടെങ്കിൽ ചോറ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് നമ്മൾ സാധാരണ പോലെ പൊങ്ങാൻ വെക്കും. ഉപ്പിടില്ല കേട്ടോ. ഉപ്പ് ഞാൻ ഉണ്ടാക്കാൻ സമയത്തേ ഉപ്പിടുള്ളൂ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ സമയത്ത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തെങ്കിലും ഒരു സ്പൂൺ ഒഴിക്കുക അതിനകത്തേക്ക്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. അത് പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് യാതൊരു കാരണവശാലും ഇതിങ്ങനെ സ്പൂണിട്ടിങ്ങനെ വല്ലാണ്ട് ഇളക്കരുത്. അതിൻ്റെ ആ ബബിൾസൊക്കെ പോയാൽ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ പതിയെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇളക്കി കൊണ്ടുവരിക, ബബിൾസ് പൊട്ടാതെ. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നല്ല സൂപ്പറായിരിക്കും. ഞാൻ കാണിച്ചു തന്നില്ലേ, എൻ്റെ അപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ലതാണത്. അതേപോലെ ചെയ്യണം കേട്ടോ.